ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികളുടെ ഔപചാരികമായ തുടക്കം ഉച്ചയ്ക്ക് ശേഷം കോടതിപ്പടിയിൽ നിന്ന് ആരംഭിക്കാനിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ ഔപചാരികമായി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ എന്നർത്ഥം. ഇവിടെ ഇപ്പോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഒരു ചെറിയ സ്വീകരണം നൽകാൻ LDF പ്രവർത്തകർ ആലോചിച്ചതാണ്. ആ വിവരമറിഞ്ഞ് അണമുറിയാത്ത നദീജല പ്രവാഹം എന്ന പോലെ നിലമ്പൂരിലെ മഹാജനസഞ്ചയമായ ഒഴുകിയെത്തി. അതിൽ ഏറ്റവും ആവേശകരമായ കാര്യം LDF പ്രവർത്തകർ മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ട്. അതിൽ ചിലരെ എനിക്ക് വ്യക്തിപരമായി അറിയുകയും ചെയ്യാം. പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് നിങ്ങൾ നൽകിയ സ്നേഹവായ്പിന്, പിന്തുണയ്ക്ക്, ഐക്യദാർഢ്യത്തിന് ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ആ പിന്തുണ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നാണ്. അതിന്റെ മറ്റ് വശങ്ങളിലേക്കൊന്നും ഞാൻ കടന്നുപോകുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഒരു നവകേരളം സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന മുന്നേറ്റങ്ങൾക്കും ജനക്ഷേമ പദ്ധതികൾക്കും കരുത്തു പകരുന്നതായി മാറണം. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അനീതിക്കെതിരായും മതനിരപേക്ഷത പോറലേൽക്കാതെ സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിനു വേണ്ടിയുമുള്ള ഇടതുപക്ഷ വിജയമാക്കി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ മുതൽ കാൽനടയായി അനുധാവനം ചെയ്ത് വന്നിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും. ഷൊർണൂരിൽ നിന്ന് തീവണ്ടി പുറപ്പെട്ടപ്പോൾ പിന്നിട്ട ഓരോ സ്റ്റേഷനിലും ചെറുകരയിലും അങ്ങാടിപ്പുറത്തും പട്ടിക്കാടും മേലാറ്റൂരും തുമ്പൂരും വാണിയമ്പലത്തുമെല്ലാം നൂറുകണക്കിന് വോട്ടർമാരാണ്, ആ പ്രദേശവാസികളാണ്, സഹൃദയരാണ് അഭിവാദ്യമർപ്പിക്കാനായി ഓടിയെത്തിയത്. ഈ ഹൃദയവായ്പിന്, സ്നേഹവായ്പിന്, ഇടതുപക്ഷ രാഷ്ട്രീയത്തോടുള്ള ഐക്യദാർഢ്യത്തിന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ നമുക്കൊരു ചരിത്രം സൃഷ്ടിക്കണം. നമുക്കൊരുമിച്ച് സാധാരണക്കാരായ മനുഷ്യർ നല്ലൊരു നാളേക്ക് വേണ്ടി, മെച്ചപ്പെട്ട ഒരു കേരളത്തിനു വേണ്ടി, കൂടുതൽ നല്ല ഒരു നിലമ്പൂരിനു വേണ്ടി നമുക്കെല്ലാവർക്കും കൈകോർക്കാം. നമുക്കൊരുമിച്ച് ജയിക്കാം. അഭിവാദനങ്ങൾ.